സൂപ്പർ കപ്പ് ഫൈനൽ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്രയും നല്ല സ്ക്വാഡ് ഈ അടുത്തൊന്നും റയൽ മാഡ്രിഡ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും മികച്ച സ്ക്വാഡാണ്. നമുക്ക് ഓൾറെഡി അറിയാം റയൽ മാഡ്രിഡിൻ്റെ നിലവിലുള്ള ലൈനപ്പ്. അത്രയും നല്ല പ്ലേയേഴ്സിനെയാണ് അവർ ഇപ്പോൾ ടീമിലെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് എംബാപ്പനെയും എൻട്രിക്ക് പോലുള്ള താരങ്ങളൊക്കെ അവസാനമായിട്ട് അവർ ടീമിലെത്തിച്ച്. റയൽ മാഡ്രിഡിൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നും യുവതാരങ്ങളെ ഓരോ പൊസിഷനിലും മികച്ച് നിൽക്കുന്ന താരങ്ങളെ യുവതാരങ്ങളെ ടീമിലെത്തിക്കാൻ എന്നും മികച്ച് നിൽക്കുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർഷങ്ങളോളമായിട്ട് എംബാപ്പനെ അവർക്ക് ക്ലബിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നതും ഇപ്പോൾ അവസാനമായി ഈ ഒരു സീസണിലേക്ക് അദ്ദേഹം ക്ലബിലെത്തിയതും അല്ലേ. എംബാപ്പ ഇതുവരെ റയലിൻ്റെ ജേഴ്സിയിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു അറ്റ്ലാന്റയുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കും, മത്സരത്തിന് ഇറങ്ങും എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അത് റയൽ മാഡ്രിഡിൻ്റെ മുന്നിൽ തന്നെയാണ് കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത്. ഒന്ന് എംബാപ്പെ, അതുപോലെ റോഡ്രിഗോ, വിനീഷ്യസ്, ബെല്ലിംഗാം പോലുള്ള താരങ്ങൾ ഓൾറെഡി അവിടെ ലൈനപ്പിലുണ്ട്. അതിൽക്കൂടി ഇപ്പോൾ ബ്രസീലിൻ്റെ പുത്തൻ താരോദയം എൻട്രിക്കും ടീമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എംബാപ്പെ, അങ്ങനെ ഒരു 4-5 പ്ലേയേഴ്സ് മുന്നേറ്റ നിരയിലുണ്ട്. മിഡിലാണെങ്കിലും ബാക്ക് ലൈനിലാണെങ്കിലും ഒക്കെ ഒന്നിനൊന്ന് ബെറ്ററായിട്ടുള്ള താരങ്ങളാണ് റയൽ മാഡ്രിഡിൻ്റെ നിലയിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഏതായാലും സൂപ്പർ കപ്പ് ഫൈനലിൽ അറ്റ്ലാന്റയുമായിട്ടുള്ള മത്സരത്തിൽ നല്ലൊരു മത്സരം, അല്ലാന്നുണ്ടെങ്കിൽ റയലിൻ്റെ ഒരു പുതിയ റയലിൻ്റെ ടീമിൻ്റെ കരുത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു മത്സരത്തിൽ കണ്ടറിയാം. എംബാപ്പേൻ്റെ ആദ്യത്തെ മത്സരമാണ്, എംബാപ്പേൻ്റെ ഫസ്റ്റ് വരവാണ്. എംബാപ്പെ PSG വന്നതിന് ശേഷം റയൽ മാഡ്രിഡിൻ്റെ ടീം അംഗങ്ങളുമായിട്ടുള്ള പൊരുത്തപ്പെട്ടിട്ടുള്ള ഫസ്റ്റത്തെ മത്സരമാണ്. എന്താ സംഭവിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ടറിയാം. വർഷങ്ങളോളമായിട്ട് അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് വരും എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണലുണ്ട്. എംബാപ്പെ ടു റയൽ മാഡ്രിഡ്. പക്ഷേ അതൊന്നും നടക്കലില്ല. പക്ഷേ ആ ഒരു വാർത്തകളൊക്കെ ഒഴിവാക്കി ഇപ്രാവശ്യം അദ്ദേഹം ടീമിൻ്റെ ഒപ്പം കൂടി ടീമിലെത്തി. റയലിലുള്ള അദ്ദേഹത്തിൻ്റെ മത്സരം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. അപ്പോൾ അറ്റ്ലാന്റയുമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്, ആദ്യത്തെ മത്സരം. സൂപ്പർ താരം എൻട്രിക്ക് പോലുള്ള താരങ്ങളൊക്കെ ടീമിൻ്റെ നിരയിലുണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും നല്ലൊരു മത്സരം. റയലിൻ്റെ പുതിയ ടീമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മത്സരം കഴിയുമ്പോൾ നേരിട്ട് മനസ്സിലാക്കാം. അത്രയും നല്ലൊരു ലൈനപ്പാണ്. പുതുമുഖ താരങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു ടീം ലൈനപ്പാണ് നമ്മളെ റയൽ മാഡ്രിഡിൻ്റെ.